ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് പുതിയൊരു ഡിഷുമായിട്ട്. പുതിയ ഡിഷൊന്നുമില്ല, പഴയ ഡിഷൊക്കെ തന്നെയാണ്, പലരും ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പക്ഷേ ഇത് എൻ്റെ സ്വന്തം കണ്ടുപിടുത്തമാണ്. ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. ജോലിക്ക് പോകുന്നവർക്കും വീട്ടിലിരിക്കുന്നവർക്കും എല്ലാം കഴിക്കാം. നല്ല പ്രോട്ടീൻ ആയിട്ടുള്ള നല്ലൊരു ഡയറ്റാണ് ചിക്കൻ സലാഡ്. നമുക്കപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളത് പരിചയപ്പെടാം. ചിക്കൻ, ഒരു മീഡിയം സൈസ് സവാള, ക്യാബേജ് ഇത്രയും ക്യാബേജിൻ്റെ ആവശ്യമില്ല, കുറച്ച് ക്യാബേജ് എടുക്കുന്നുള്ളൂ. ഒരു മീഡിയം സൈസ് ക്യാരറ്റ്. ചിക്കൻ ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനാണ്. അതിനായിട്ട് ലെഗ് പീസാണ് ഞാൻ എടുത്തിരുന്നത്. അത് കുക്കറിലിട്ട് ലേശം മഞ്ഞൾപ്പൊടി, ലേശം ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി ഇതിട്ട് വേവിച്ച് വെച്ചിരുന്ന ചിക്കനാണ്. ഇത് നമുക്ക് കുക്കഡ് ആയിട്ടുള്ള ചിക്കൻ ഇവിടെ അവൈലബിൾ ആണ്. അത് മേടിച്ച് ഉണ്ടാക്കിയാലും നല്ല ഫുഡാണ്. ഞാൻ പൊതുവേ ചെയ്യുന്നത് ചിക്കൻ മേടിച്ചിട്ട് ഇതേപോലെ കുക്കറിലിട്ട് രണ്ട് വിസിൽ അടിച്ചാൽ മതി. എന്നിട്ട് അത് സ്ലൈസാക്കി എടുക്കുകയാണ്. ബോണ് മാറ്റും. അപ്പോൾ നമുക്ക് വേണ്ട ഐറ്റംസ് എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. സവാള നമ്മൾ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കണ പോലെ അതിൻ്റെ അകത്ത് ക്യാപ്സിക്കം ഇടും പോലെ വേണം അരിയാനായിട്ട്. അങ്ങനെ അരിഞ്ഞ് വെക്കുക ചെറിയ പീസുകളായിട്ട്. ക്യാബേജ്, പിന്നെ ക്യാരറ്റ്. ചിക്കൻ ഓൾറെഡി തന്നെ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മതി. ഓക്കെ, നമ്മുടെ ഓയിലും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാബേജ്, അതേപോലെ തന്നെ ഒനിയൻ, ക്യാരറ്റ്, അതിൻ്റെ കൂടെ ഒരു ലേശം ഉപ്പും കൂടി നമ്മൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഒരു 4 മിനിറ്റ്സ് മതിയാവും. അതിൻ്റെ നിറം ഒന്ന് വാടി വരണം, അത്രമാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 3 മിനിറ്റ്സ് മതിയാവും. 3 മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് കുറച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. എനിക്ക് കുറച്ച് എരിവ് താല്പര്യമുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ കുരുമുളക് കുറച്ച് കൂടുതലിടുന്നത്. എരിവ് കുറവുള്ളവർക്ക് കുറച്ച് കുരുമുളക് ഇട്ടാൽ മതിയാവും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മയനൈസ് ആഡ് ചെയ്തിരിക്കുന്നു. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മയനൈസ് താല്പര്യമില്ലാത്തവർക്ക് അത് ഒഴിവാക്കാവുന്നതാണ്. എനിക്ക് മയനൈസ് താല്പര്യമുള്ള ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ മയനൈസ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ ഡിന്നർ റെഡി ആയിരിക്കുകയാണ്. കുക്കഡ് ചിക്കൻ സലാഡ്. ഇത് കുക്ക് ചെയ്യാതെ ഉണ്ടാക്കാം, ചിക്കൻ മാത്രം കുക്ക് ചെയ്തുകൊണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എനിക്കിഷ്ടപ്പെടുന്ന രീതിക്ക് ഞാൻ ഉണ്ടാക്കിയത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യുന്നു. കുക്ക് ചെയ്തുകൊണ്ട് ചിക്കൻ സലാഡ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീഡിയോ വഴി ഷെയർ ചെയ്യുക, എനിക്ക് കമൻറ്റ്സ് അയയ്ക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായി പിന്നീട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.